Hi dears, welcome back to our channel. ഇത് നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഫോർത്ത് മൊഡ്യൂളിൽ തന്നെ ടോപ്പിക്കാണ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്. അതിനെ കുറിച്ച് ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, origin of logistic management. The concept of logistic originated from the military sector. The word logistic is derived from the Greek word logistikos, meaning skilled in calculation and reasoning. മിലിറ്ററി സെക്ടറിൽ നിന്നാണ് ലോജിസ്റ്റിക് എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. ലോജിസ്റ്റിക് ഗ്രീക്ക് വേർഡായിട്ടുള്ള ലോജിസ്റ്റിക്കോസ് എന്ന വേർഡിൽ നിന്നാണ് ലോജിസ്റ്റിക് വന്നത്. അതിൻ്റെ മീനിങ് സ്കിൽഡ് ഇൻ കാൽക്കുലേഷൻ ആൻഡ് റീസണിങ്. In ancient wars, logistic refers to the planning and movement of soldiers, weapons, food and supplies. അതായത് ancient wars ഒക്കെ നടക്കുന്ന സമയത്ത് ഈ സോൾജിയേഴ്സിൻ്റെ വെപ്പൺസും ഫുഡും സപ്ലൈസൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്ലാനിങ്ങിനെയാണ് ലോജിസ്റ്റിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വേൾഡ് വാർ സെക്കൻഡൊക്കെ ആയപ്പോൾ ലോജിസ്റ്റിക് ഗെയിൻഡ് മേജർ ഇമ്പോർട്ടൻസ് ഡ്യൂ ടു ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ് ആൻഡ് സപ്ലൈ കോർഡിനേഷൻ. കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ് വരാൻ തുടങ്ങി ട്രാൻസ്പോർട്ടേഷൻ മുതൽ സ്റ്റോറേജിനും സപ്ലൈ കോർഡിനേഷനിലൊക്കെ. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം these principles were adopted by business organization to manage the flow of materials and goods efficiently. നമ്മൾ ബിസിനസ് ഓർഗനൈസേഷൻസും കൂടി ഈ ഒരു കാര്യം അഡോപ്റ്റ് ചെയ്തിട്ട് അവരുടെ ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഗുഡ്സിൻ്റെ മെറ്റീരിയൽസിൻ്റെ ഒക്കെ ഇതിനും കൂടെ നമ്മൾ ലോജിസ്റ്റിക് യൂസ് ചെയ്തുകൊണ്ട് ഇരുന്നു. Over time, logistics evolved as a key function of supply chain management in modern business. ഇപ്പം പറയുന്നത് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഒരു കീ ഫംഗ്ഷനായിട്ട് ലോജിസ്റ്റിക് മാറിയിട്ടുണ്ട്. ഈ ഡെഫിനിഷൻ ഓഫ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ നോക്കാം നമുക്ക്. കൗൺസിൽ ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പ്രൊഫഷണൽസിൻ്റെ റെക്കോർഡിങ്ങിലുള്ളതാണിത്. Logistic management is the part of supply chain management that plans, implements and controls the efficient and effective forward and reverse flow of storage goods, services and related information from the point of origin to the point of consumption to meet customer requirements. ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അവിടെ പ്ലാൻസ്, ഇംപ്ലിമെൻറ്റ്സ്, കൺട്രോള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്ലോ ആൻഡ് സ്റ്റോറേജ് ഓഫ് ഫുഡ്സ് ആൻഡ് സർവീസസ് അതൊക്കെ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. അതേപോലെ തന്നെ പോയിൻ്റ് ഓഫ് ഒറിജിൻ ടു ദ പോയിൻ്റ് ഓഫ് കൺസപ്ഷൻ ടു മീറ്റ്, അതായത് എവിടെ നിന്നാണോ പ്രോഡക്ട്സ് ഉത്ഭവിക്കുന്നത്, അതായത് ഉണ്ടാക്കുന്നത്, അത് മുതൽ പോയിൻ്റ് ഓഫ് കൺസപ്ഷൻ, അതായത് എൻ്റെ കസ്റ്റമറുടെ കയ്യിലെത്തിക്കുന്ന കാര്യങ്ങൾ, അതാണ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൽ വരുന്നത്. ഒരു സിമ്പിൾ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു ദ പ്ലാനിങ്, ഓർഗനൈസിങ് ആൻഡ് കൺട്രോളിങ് ഓഫ് ദി മൂവ്മെൻറ്റ് ഓഫ് സ്റ്റോറേജ് ഓഫ് ഗുഡ്സ് ഫ്രം ദ സോഴ്സ് ടു ദ ഫൈനൽ കസ്റ്റമർ ഇൻ ദ മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് മാനർ. അതായത് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് ആൻഡ് കൺട്രോളിങ് ഓഫ് ഗുഡ്സാണ്. അതായത് ഒരു ഗുഡ്സും അതിൻ്റെ സോഴ്സിൽ നിന്ന് ഫൈനൽ കസ്റ്റമറുടെ അടുത്തേക്ക് എത്തുന്നത് വരെയുള്ള പ്ലാനിങ്ങിനും ഓർഗനൈസേഷനും കൺട്രോളിങ്ങിനും ഒക്കെയാണ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൻ്റെ ഒരു ടോട്ടൽ എലാബറേഷൻ എന്ന് പറയുന്നത് ഒറിജിനേറ്റഡ് ഫ്രം മിലിറ്ററി ഓപ്പറേഷൻസ്. മിലിറ്ററി ഓപ്പറേഷൻസ് എന്നാണ് ഈ ഒരു വേർഡ് തന്നെ ഒറിജിനേറ്റ്, ഈ ഒരു കോൺസെപ്റ്റൊക്കെ വരാൻ തന്നെ കാരണം. ഫോക്കസ് ഓൺ ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിംഗ്, ഇൻവെൻട്രി ആൻഡ് ഇൻഫോർമേഷൻ ഫ്ലോ ഈ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൽ വരുന്നതാണ്. ട്രാൻസ്പോർട്ടേഷനും വെയർഹൗസിങ്ങും ഇൻവെൻട്രിയും ആൻഡ് അതേപോലെ തന്നെ ഇൻഫോർമേഷൻ ഫ്ലോയും എയിംസ് അറ്റ് കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ലോജിസ്റ്റിക്കിൻ്റെ മെയിൻ എയിം. ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണ് ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ലോജിസ്റ്റിക്. ലോജിസ്റ്റിക് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ഫോളോയിങ് മേജർ ടൈപ്സ്. ഒരുപാട് ക്ലാസിഫിക്കേഷൻ ബേസിസിൽ ലോജിസ്റ്റിക്കിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാണ് ഇൻബൗണ്ട് ലോജിസ്റ്റിക്. ഡീൽസ് വിത്ത് ദ മൂവ്മെൻറ്റ് ഓഫ് റോ മെറ്റീരിയൽസ് ഫ്രം സപ്ലയേഴ്സ് ടു ദ ഫേം. അതായത് റോ മെറ്റീരിയൽസിൻ്റെ ഫ്ലോ ആണ്, അതായത് സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഫേമിലേക്കുള്ള ഒരു മൂവ്മെൻറ്റാണ്
ഇൻബൗണ്ട് ലോജിസ്റ്റിക്കിൽ വരുന്നത് ഇൻക്ലൂഡ് പർച്ചേസിങ്, ട്രാൻസ്പോർട്ടേഷൻ, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് സ്റ്റോറേജ്. അതായത് കമ്പനിയുടെ ഉള്ളിൽ തന്നെ പർച്ചേസിങ്ങും അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനും മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സ്റ്റോറേജ് ഒക്കെ നടക്കുന്നു. ഒബ്ജക്റ്റീവ് എൻഷുവർ ടേംലി അവൈലബിലിറ്റി ഓഫ് ഇൻപുട്ട് അറ്റ് മിനിമം കോസ്റ്റ്. അതായത് കൃത്യസമയത്ത് നമുക്ക് ഇൻപുട്ട് ഉണ്ടാവണം എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ എയിം. ഇൻബൗണ്ട് ലോജിസ്റ്റിക് എന്ന് പറയുന്നത് നമ്മുടെ സപ്ലയറുടെ കയ്യിൽ നിന്ന് ഫേമിലേക്ക് വരുന്ന ആ ഒരു മൂവ്മെൻറ്റിനെയാണ്, റോ മെറ്റീരിയൽസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് ഇൻബൗണ്ട് ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ട്രാൻസ്പോർട്ടിങ് റോ മെറ്റീരിയൽസ് ടു എ ഫാക്ടറി ആണ് ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്. ഇറ്റ് കൺസേൺ വിത്ത് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫിനിഷ് ഗുഡ്സ് ഫ്രം ദ കമ്പനി ടു കൺസ്യൂമേഴ്സ്. ഫിനിഷ്ഡ് ഗുഡ്സ് കൺസ്യൂമറിൻ്റെ കയ്യിലേക്ക് എത്തിക്കുന്നതിനെയാണ് ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. ഇൻക്ലൂഡ്സ് വെയർ ഹൗസിംഗ്, ഓർഡർ പ്രോസസ്സിംഗ്, പാക്കേജിംഗ് ആൻഡ് ഡെലിവറി. ഇതിൽ വെയർ ഹൗസിങ്ങും ഓർഡർ പ്രോസസ്സിംഗ്, പാക്കേജിംഗ്, ഡെലിവറി അതൊക്കെ ഈ ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്കിൽ ഉൾപ്പെടും. ഒബ്ജക്റ്റീവ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ത്രൂ ടൈംലി ഡെലിവറി. അതായത് കറക്റ്റ് സമയത്ത് ഡെലിവറി ചെയ്തിട്ട് കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ നേടുക എന്നുള്ളതാണ് ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്കിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. ഡെലിവറി ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ടു റീറ്റെയിലേഴ്സ് ഓർ കൺസ്യൂമേഴ്സ്. കൺസ്യൂമറിൻ്റെ കയ്യിലേക്ക് ഫിനിഷ്ഡ് ആയിട്ട് ഗുഡ്സ് എത്തിക്കുക, അതാണ് ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്. അടുത്തതാണ് റിവേഴ്സ് ലോജിസ്റ്റിക്. ഇൻവോൾവ് ദ റിട്ടേൺ ഓഫ് ഗുഡ്സ് ഫ്രം കൺസ്യൂമേഴ്സ് ടു ദ മാനുഫാക്ചറേഴ്സ്. ഇൻക്ലൂഡ്സ് റിട്ടേൺസ്, റീസൈക്ലിംഗ്, റിപ്പയേഴ്സ് ആൻഡ് ഡിസ്പോസൽ. ഒബ്ജക്റ്റീവ് വേസ്റ്റ് റിഡക്ഷൻ ആൻഡ് വാല്യൂ റിക്കവറി. റിവേഴ്സ് ലോജിസ്റ്റിക് എന്ന് പറയുന്നത് റിട്ടേൺ ചെയ്യാം, അതായത് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വീണ്ടും എഗെയിൻ മാനുഫാക്ചർ കയ്യിലേക്ക് റിട്ടേൺ ചെയ്യുന്നതിനെയാണ് റിവേഴ്സ് ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. റിട്ടേൺ ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. റീസൈക്ലിംഗ്, റിപ്പയേഴ്സ് ആൻഡ് ഡിസ്പോസൽ. വേസ്റ്റ് റിഡക്ഷൻ ചെയ്യാനും വാല്യൂ റിക്കവർ ചെയ്യാനും ഇത് ഹെൽപ്ഫുള്ളാണ്. അടുത്തതാണ് ഗ്രീൻ ലോജിസ്റ്റിക്. ഫോക്കസ് ഓൺ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ലോജിസ്റ്റിക് പ്രാക്ടീസസും. എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലോജിസ്റ്റിക് പ്രാക്ടീസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഗ്രീൻ ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. എയിം ടു റിഡ്യൂസ് കാർബൺ എമിഷൻ, ഫ്യൂവൽ യൂസേജ് ആൻഡ് വേസ്റ്റ്, പ്രൊമോട്ട് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് പാക്കേജിങ്. അതായത് കാർബൺ എമിഷൻസ് കുറയ്ക്കുക, ഫ്യൂവലിൻ്റെ യൂസേജ്, വേസ്റ്റ് അതൊക്കെ കാര്യങ്ങളൊക്കെ കുറക്കുക എന്നുള്ള എയിമാണ് ഗ്രീൻ ലോജിസ്റ്റിക്കിലുള്ളത്. സസ്റ്റൈനബിൾ ആയുള്ള ട്രാൻസ്പോർട്ടേഷൻ, പാക്കേജിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. എക്സാമ്പിൾ യൂസിങ് ഇലക്ട്രിക് വെഹിക്കിൾ ഫോർ ഡെലിവറി. അതായത് നമ്മൾ പെട്രോൾ ഡീസൽ വണ്ടീനെക്കാട്ടും ഇലക്ട്രിക് വെഹിക്കിൾസൊക്കെ യൂസ് ചെയ്യാം. അതാണ് എക്സാമ്പിളായിട്ട് ഗ്രീൻ ലോജിസ്റ്റിക്കിൽ വരുന്നത്. ഫിഫ്ത്താണ് തേർഡ് പാർട്ടി ലോജിസ്റ്റിക്. 3P എന്ന് പറയും. ലോജിസ്റ്റിക് ആക്ടിവിറ്റീസ് ആർ ഔട്ട്സോഴ്സ് ടു എക്സ്റ്റേണൽ സർവീസ് പ്രൊവൈഡേഴ്സ്. ഇൻക്ലൂഡ്സ് ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിംഗ് ആൻഡ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ഹെൽപ്സ് ഫേംസ് ഫോക്കസ് ഓൺ ഫോർ ബിസിനസ് ആക്ടിവിറ്റീസ്. ലോജിസ്റ്റിക്കിൻ്റെ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള വ്യക്തികൾക്ക് കൊടുക്കുമ്പോഴാണ് അത് തേർഡ് പാർട്ടി ലോജിസ്റ്റിക് ആവാം. എക്സാമ്പിളായിട്ട് ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിംഗ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഇതൊക്കെ നമ്മൾ ബിസിനസ്സിൻ്റെ ഓരോ ആക്ടിവിറ്റീസിന് മോർ ഹെൽപ്ഫുള്ളാണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു കൊറിയർ കമ്പനീനെ ഏൽപ്പിക്കുക നമ്മളെ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട്. ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക് മാനേജസ് ആൻഡ് ഇൻ്റഗ്രേറ്റ്സ് മൾട്ടിപ്പിൾ ലോജിസ്റ്റിക് സർവീസ് പ്രൊവൈഡർ. Act as a single point of contact for the entire supply chain. Focus on strategic planning and coordination. അതായത് മൾട്ടിപ്പിൾ ലോജിസ്റ്റിക് സർവീസ് പ്രൊവൈഡറിനെ മാനേജ് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. എല്ലാവരേറ്റും ഒരേപോലെ ഒരു കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുന്നതായിരിക്കും. സ്ട്രാറ്റജിക് പ്ലാനിങ്ങിനും കോർഡിനേഷനൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് നൽകുന്നത്. അടുത്തതാണ് ഈ ലോജിസ്റ്റിക്. Related to e-commerce operations, involves online order processing, last mile delivery and returns, ensures fast and accurate delivery to online customers. Example Amazon, Flipkart delivery systems. ഈ ലോജിസ്റ്റിക് വെച്ചാൽ നമ്മൾ ഇ-കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട് നടത്തുന്ന ഓപ്പറേഷനാണ് ഈ ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. അതായത് ഓൺലൈൻ ഓർഡർ പ്രോസസ്സിങ്, റിട്ടേൺസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫാസ്റ്റായിട്ടും ആക്യുറേറ്റ് ആയിട്ടും ഡെലിവറി നടത്താൻ എനാബിൾ ചെയ്യുന്നു. അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനത്തെ ഇതൊക്കെയാണ് ഈ ലോജിസ്റ്റിക്കിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് 2 ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന് ലോജിസ്റ്റിക്സ്, അതുപോലെ തന്നെ അതിൻ്റെ ഡെഫിനിഷനും പിന്നെ എന്തൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള ലോജിസ്റ്റിക്സും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഏത് ടോപ്പിക്കിനെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടത് വെച്ചാലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.